വേവ് ഇക്വേഷന്റെ ഒരു ഡി ആലംബേർട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറയണം കേട്ടാ. മനസ്സിലായോ മനസ്സിലായിട്ടില്ലയോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡി ആലംബേർട്ട് സൊല്യൂഷൻ ഓഫ് ദി വേവ് ഇക്വേഷൻ. നമുക്ക് ഒരു വേവ് ഇക്വേഷന്റെ ഡി ആലംബേർട്ട് സൊല്യൂഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നോക്കിയാട്ടെ, ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വേവ് ഇക്വേഷൻ അങ്ങനെ എടുത്ത് എഴുതി. ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പൊ അതിനെ നമുക്കറിയുന്ന ആ ഒരു ഫോമിൽ നമ്മളിപ്പം ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ച ആ ഒരു ഫോമിന്റെ അകത്തേക്ക് ജസ്റ്റ് ഞാൻ ആ സഫിക്സ് ആക്കിയിട്ട് മാറ്റി എഴുതിയതാണ്. ഇവിടെ എഴുതിയിട്ടില്ല, നോക്കിയാട്ടെ. വൈ ടി ടി ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു വൈ എക്സ് എക്സ്. ഇത് വൈ ടി ടി ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു വൈ എക്സ് എക്സ് എന്ന് പറയുന്ന നമ്മളെ ആ ഇക്വേഷൻ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആ വൈ എന്ന് പറയുന്നത് യുവിന്റെയും വിന്റെയും ടേമിലുള്ള ഒരു ഫംഗ്ഷനാന്ന് വിചാരിച്ചിട്ട് ആ യു എന്ന് പറയുന്നതും വി എന്ന് പറയുന്നതും പുതിയൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. നോക്കിയാട്ടെ നിങ്ങൾ, ഞാൻ എഴുതിയത് ലെറ്റ് us ഇൻട്രൊഡ്യൂസ് ദ ന്യൂ ഇൻഡിപെൻഡന്റ് വേരിയബിൾ യു ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി ടി, വി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് സി ടി, സോ ദാറ്റ് y becomes a functions of u and v. അതായത് നമ്മൾ യു എന്ന് പറയുന്നത് എക്സിന്റെയും ടീന്റെയും ഫോമിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടും വി എന്ന് പറയുന്നതും എക്സിന്റെയും ടീന്റെയും ഫോമിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടും ചൂസ് ചെയ്തപ്പം വൈ എന്ന് പറയുന്നത് എന്തായി മാറി? യുവിന്റെയും വിന്റെയും ഫോമുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് മാറി. ഇനി നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ അകത്ത് എന്താ ഉള്ളത്? വൈ ടി ടി ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു വൈ എക്സ് എക്സ് എന്ന് പറയുന്ന ആ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ ആ വൈൻ്റെ ഫോം വെച്ചിട്ട് ആദ്യം എന്ത് കണ്ടുപിടിക്കുക? വൈ ടി ടി കണ്ടുപിടിക്കുക, വൈ എക്സ് എക്സ് കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? അതിൻ്റെ വാല്യൂസ് എല്ലാം ഈ ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പം നമുക്ക് ഡി ആലംബേർട്ട് സൊല്യൂഷൻ ഓഫ് ദി വേവ് ഇക്വേഷൻ കിട്ടും. ഈ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ടെ, ക്ലിയർ ആണോ പറഞ്ഞത് എന്നുള്ളത്? ഒരാൾ അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഒന്നും കൂടി പറയാം. ഏതാ പറയേണ്ടത്? സ്റ്റാർട്ടിങ് തൊട്ടേ പറയണോ? ആ, നമ്മളെ വേവ് ഇക്വേഷൻ എന്താന്ന് നമുക്കറിയാലോ. നമ്മൾ വേരിയബിൾ മാറുന്നതിന് കുഴപ്പമില്ല. നമ്മൾ ഇത്ര നാളും യു വെച്ചിട്ടാ പഠിച്ചതെങ്കിൽ ഇവിടെ വൈ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ എടുക്കുന്ന ആ ഒരു പൊസിഷൻ വെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു നൊട്ടേഷൻ മാറുന്നത്. ബാക്കി ഫോംസ് എല്ലാം കറക്റ്റ് തന്നെ. നോക്കിയാട്ടെ നിങ്ങൾ, ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ, അതായത് ടീനെ കൊണ്ട് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തതിനോട് ഒരു സി സ്ക്വയർ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ടീനെ കൊണ്ട് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈക്വൽ ടു സി സ്ക്വയറിനോട് എക്സ് സ്ക്വയർ, എക്സ് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന മൾട്ടിപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. അതായത് വേവ് ഇക്വേഷന്റെ ഫോം സെയിം തന്നെ. നമ്മൾ യൂസ് ചെയ്തത് യു ആണെങ്കിൽ ഇവിടെ നമ്മൾ ജസ്റ്റ് വൈ കൊണ്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് ഇനി ആ യുയും വിയും എല്ലാം നമ്മൾ ആ ഒരു ഡെറിവേഷൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ആ പൊസിഷൻ വെക്ടറിനെ തന്നെ വൈ ആയിട്ട് ചൂസ് ചെയ്തത്. അപ്പൊ നമ്മളെ വേവ് ഇക്വേഷൻ അങ്ങനെ എടുത്തെഴുതിയതിന് ശേഷം നമുക്കറിയുന്ന ആ ഒരു സഫിക്സിന്റെ ഫോമിന്റെ അകത്തേക്ക് ആദ്യം മാറ്റി എഴുതാം. നോക്കിയാട്ടെ, ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? വൈനെ വിത്ത് റെസ്പെക്ട് ടു 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്തുകൊണ്ട്? ടി വെച്ചിട്ട്. അപ്പൊ അതിനെന്താ? വൈ ടി ടി എന്ന് പറഞ്ഞിട്ട് നോട്ടേറ്റ് ചെയ്തു. അതുപോലെ തന്നെയോ സി സ്ക്വയർ, റൈറ്റ് സൈഡിൽ സി സ്ക്വയർ അങ്ങനെയുണ്ട്, അത് അവിടെ തന്നെ വെച്ചു. പിന്നെയോ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാ ഉള്ളത്. അതായത് വൈനെ 2 പ്രാവശ്യം എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതിനെ എങ്ങനെയാ നമ്മൾ എഴുതുക? വൈ എക്സ് എക്സ്. അപ്പൊ നമുക്ക് സ്റ്റാർ എന്ന് പറയുന്ന ഇക്വേഷൻ വൈ ടി ടി ഈക്വൽ ടു സി സ്ക്വയർ വൈ എക്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി നമ്മൾ എടുക്കാൻ ഈ ഒരു ഡിആലംബർട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒരു യുന്നും വി എന്നും പറഞ്ഞ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈ ഒരു പ്രോബ്ലത്തിന്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ ചെയ്യുന്നത്. അതായത് യു എന്ന് പറയുന്നത് എക്സിന്റെയും ടീന്റെയും ഫംഗ്ഷൻ ആയിട്ട് എക്സ് പ്ലസ് സി ടി എന്ന് എടുത്തു. അതുപോലെ തന്നെ വിനെ നമ്മൾ എക്സ് മൈനസ് സി ടി എന്ന് എടുത്തു. അത് നമ്മൾ എടുക്കുന്നതാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ എക്സിന്റെയും ടീന്റെയും വേരിയബിൾ ആയിട്ട് യുയും വിയും വന്നതുകൊണ്ട് തന്നെ നമ്മളെ ഫംഗ്ഷൻ ആയ വൈ എന്തായി മാറും? യുവിന്റെയും വിന്റെയും ഫോമിൽ ഒരു ടേം ആയിട്ട് മാറും. കുഴപ്പമുണ്ടോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേട്ടെ. മിസ്,
മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇനി നമ്മള് y ഇസ് ഈക്വൽ ടു യു വി എന്ന് പറയുന്ന ഒരു ടേം ആണ് ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത്. ഇനി എനിക്ക് എന്ത് വേണം? y എക്സ് എക്സ് കാണണം, y ടി ടിയും കാണണം. ഇതിപ്പം നമ്മൾ ഈ സാധാരണ സെപ്പറബിൾ മെത്തേഡിന്റെ അകത്ത് ചെയ്ത പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താ? y എന്ന് പറയുന്നത് യുവിന്റെയും വിന്റെയും ഫോമുല ഉള്ളത്. അപ്പം ആദ്യം വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ആദ്യം വൈനെ യു വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, പിന്നെ യുവിനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, പ്ലസ് പിന്നെയോ വൈനെ വി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, പിന്നെ വിനെ എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതായത് നമ്മളായി ആർബിട്രറി ഫംഗ്ഷനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു ചെയിൻ റൂൾ ഓർമ്മയില്ലേ എല്ലാവർക്കും? ആ ചെയിൻ റൂളാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം y എന്ന് പറയുന്നത് യുവിന്റെയും വിന്റെയും ടേമിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്ത് വേണം? നമ്മൾ ചെയിൻ റൂൾ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ചെയിൻ റൂൾ എല്ലാം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി പഠിക്കുക കേട്ടോ. +1 +2 ടെക്സ്റ്റിൽ അങ്ങനെ പറയുന്നുണ്ട് ചെയിൻ റൂൾ എന്താന്നുള്ള കാര്യം. നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. അഥവാ നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ എഴുതിയ യൂസിങ് ചെയിൻ റൂൾ എന്ന് പറയുന്നതിന്റെ തൊട്ട് മുന്നിൽ എഴുതിയ ആ ഒരു ടേംസ് നിങ്ങൾ അങ്ങനെ പഠിച്ചിരിക്കണം. ഇനി ഇങ്ങോട്ടേക്ക് അതിന്റെ ഡബിൾ ഡെറിവേറ്റീവ് കാണുമ്പോൾ വീണ്ടും അതിൻ്റെ അകത്തേക്കാണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ചെയിൻ റൂൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളത് കാണാണ്ട് പഠിക്കണം. അതിന് പ്രത്യേകിച്ച് ഒരു മെത്തേഡും ഇല്ല പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അതെന്ന് പറയുന്നത് ഒരു ഡെഫിനീഷനാണ്. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ ആദ്യം വൈന വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നോക്കിയാട്ടെ, യുവിന്റെയും വിന്റെയും ടേമിലാണ് y ഉള്ളത്. അപ്പൊ ആദ്യം വൈനെ യു വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിനുശേഷം യുവിനെ എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പ്ലസ് പിന്നെയോ വൈനെ വി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പിന്നെ വിനെ എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ നോക്കിയാട്ടെ നിങ്ങൾ, വൈ എക്സ് ഇസ് ഈക്വൽ ടു വൈ യു ഇൻറ്റു യു എക്സ് പ്ലസ് വൈ വി ഇൻറ്റു വി എക്സ് എന്ന് കിട്ടി. അതാണ് നമ്മൾ ഇക്വേഷൻ 1 എന്ന് പറയുന്നത്. ആ ചെയിൻ റൂൾ ഞാൻ ഒന്നും കൂടി പറയാം. ചെയിൻ റൂൾ നിങ്ങൾ എന്തായാലും കാണാണ്ട് പഠിക്കേണ്ടതാണ്. അതൊരു ജസ്റ്റ് ഇക്വേഷൻ മാത്രമാണ്. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഇക്വേഷൻ 1 നോക്കിയാട്ടെ, അതിൻ്റെ അകത്ത് ഒരു യു എക്സിന്റെ ടേമും ഉണ്ട്, വി എക്സിന്റെ ടേമും ഉണ്ട്. അതിന് നമുക്ക് എന്ത് കൊടുക്കണം? വാല്യൂ കൊടുക്കണം. നമുക്കറിയാം യു എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി ടി ആന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വി എന്ന് പറയുന്നത് എക്സ് മൈനസ് സി ടി ആന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് യു എക്സും വി എക്സും എനിക്ക് കണ്ടുപിടിക്കാമല്ലോ. യു എക്സ് എന്ന് പറഞ്ഞ എന്താ? യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ കിട്ടുക? എക്സിൻ്റെ അകത്ത് എക്സിനെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും, സി ടീനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വരും. അപ്പൊ യു എക്സ് എന്ന് പറയുന്നത് 1 ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ വി നോക്കിയാട്ടെ നിങ്ങൾ, എക്സ് മൈനസ് സി ടി എന്ന് പറയുന്ന ഫോം ആയുള്ളത്. അപ്പൊ അവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും, സി ടീനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വരും. അപ്പൊ അവിടെ വി എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ആന്ന് കിട്ടി. ഇനി നമുക്ക് ഈ കിട്ടിയ യു എക്സിന്റെയും വി എക്സിന്റെയും വാല്യൂ നമ്മൾ ഇക്വേഷൻ 1ന്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോക്കിയാട്ടെ നിങ്ങൾ, ഞാനത് ബോക്സ് കൊടുത്തിട്ടുണ്ട്. വൈ എക്സ് ഇസ് ഈക്വൽ ടു വൈ യു പ്ലസ് വൈ വി എന്ന് പറയുന്ന ഒരു ടേമിന്റെ അകത്തേക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് വൈ എക്സ് എന്ന് പറയുന്നത് വൈ യു പ്ലസ് വൈ വി ആയിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇനി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കാരണം എന്താ? നമുക്കുള്ള ഇക്വേഷൻ്റെ അകത്ത് വൈ എക്സ് എക്സും വൈ ടി ടിയോ കാണാനുള്ളത്. അപ്പൊ നമ്മളിപ്പം കണ്ടുപിടിച്ചത് വൈ എക്സ് മാത്രമാണ്. അപ്പൊ വൈ എക്സ് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് ഇപ്പൊ കിട്ടിയ വൈ എക്സിനെ ഒന്നുകൂടി എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്ന് പറഞ്ഞാട്ടെ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട്. മിസ് ക്ലിയറാ? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് നമുക്ക് കിട്ടിയ വൈ എക്സിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ഇവിടെയും എന്ത് നമ്മൾ യൂസ് ചെയ്യണം? ചെയിൻ റൂൾ യൂസ് ചെയ്യണം. ഈ ചെയിൻ റൂൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനാവൂല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ചെയിൻ റൂള് കാണാണ്ട് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡി ആലംബർട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. ശരിക്കും ഇത് നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ. സാധാരണ നമ്മൾ ഡെറിവേഷന്റെയും ഇന്റഗ്രേഷന്റെയും എല്ലാം ഇക്വേഷൻ പഠിക്കുന്ന പോലെ തന്നെ ചെയിൻ റൂൾസ് മറ്റും നമ്മൾ ഓൾറെഡി പഠിക്കേണ്ട ഒരു സാധനമാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിയാട്ടെ നിങ്ങൾ എങ്ങനെയാ നമ്മൾ ചെയിൻ റൂൾ യൂസ് ചെയ്യുന്നതെന്ന്. വൈ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം അതിന്റെ നൊട്ടേഷൻ വൈ എക്സ് എക്സ് എന്നായിട്ട് എഴുതും. അത് ഞാൻ ഇതാ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇനി ആ വൈ യു പ്ലസ് വൈ വിനെയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്.
അപ്പം ആദ്യം തന്നെ എന്ത് ചെയ്യാ, വൈ യൂന നോക്കിയാട്ടെ, നിങ്ങൾ ആ ബോക്സിന്റെ അകത്തെ ഫസ്റ്റ് ടേമായ വൈ യൂന, റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ടേമായ വൈ യൂനെയാണ് ഞാൻ ആദ്യമായിട്ട് ചെയിൻ റൂൾ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വൈ യുവിന്റെ അകത്ത് എന്തുണ്ട്, യു യു ഉണ്ടാകും വി യു ഉണ്ടാകും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, വൈ യുന വിത്ത് റെസ്പെക്ട് ടു യു വെച്ചിട്ട് ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അതിനുശേഷം യു എക്സ്, പിന്നെയോ വൈ യുവിനെ വി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അതിന്റെ ഒപ്പം വി എക്സ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ മുന്നോട്ട് പോകുന്നത്. നോക്കിയാട്ടെ, വൈ യു യു ഇൻറ്റു യു എക്സ് പ്ലസ് വൈ യു വി ഇൻറ്റു വി എക്സ്. പിന്നെയോ അടുത്ത രണ്ട് ടേംസ് എന്താ വരുന്നത്, നമ്മൾ ആ ബോക്സിന്റെ അകത്തെ റൈറ്റ് സൈഡിലെ രണ്ടാമത്തെ ടേമായ വൈ വീന വിത്ത് റെസ്പെക്ട് ടു യുയും വിത്ത് റെസ്പെക്ട് ടു വിയും വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സിന്റെ ആ ഒരു ഫോം കിട്ടൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു ചെയിൻ റൂൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ന്. നിങ്ങൾക്ക് ഈ പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും, കാരണം ചെയിൻ റൂൾ നിങ്ങൾക്ക് ആദ്യം അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ ഇത് സ്മൂത്ത് ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയാ, അതിന് ആദ്യം വൈ വിനെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു യു വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ വൈ വി ഇൻറ്റു യു ഇൻറ്റു യു എക്സ്, കാരണം അവിടെ ശരിക്കും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എക്സിനെ കൊണ്ടാണ്, പക്ഷെ ആ ഒരു വൈ വിന്റെ അകത്ത് യുവിന്റെയും വിന്റെയും ടേംസ് ആണ് എന്താ പറയാ എക്സ്പ്രസ് ചെയ്ത് നിൽക്കുന്നത്. ആ അതിന്റെ ഉള്ളിൽ ഒതുങ്ങിയിട്ടാണ് എക്സിന്റെ ടേം ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ യുവിനെ വീണ്ടും എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരുന്നത്. വൈ വി യു ഇൻറ്റു യു എക്സ് പ്ലസ് പിന്നെയോ വൈ വി ഇൻറ്റു, അതായത് വൈ വിനെ വീണ്ടും എന്ത് ചെയ്യാം, വി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, പിന്നെ വിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇത് വൈ വി വി ഇൻറ്റു വി എക്സ് എന്ന് കിട്ടി. ഇതെല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ട് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ചെയിൻ റൂൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ ഒരു കാര്യം എന്തായാലും മനസ്സിലാവില്ല. ഒന്നും കൂടി ഞാൻ എങ്ങനെയാ അതിന്റെ ജസ്റ്റ് ഒരു ഫോം പോകുന്നതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, ആ ബോക്സിന്റെ അകത്തെ റൈറ്റ് സൈഡിലെ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ നോക്ക്. നമുക്ക് അവിടെ എന്തുണ്ട്, വൈ യു ഉണ്ട് വൈ വി ഉണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യാ, വൈ യൂനെയാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വൈ എന്ന് പറയുന്നത് യുവിന്റെയും വിന്റെയും ടേമിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെയോ യുയും വിയും ആണ് എന്തിന്റെ ടേംസിൽ വരുന്നത്, എക്സിന്റെയും ടിന്റെയും ടേംസിൽ വരുന്നത്. അപ്പൊ എനിക്ക് ആ വൈ യുവിനെ എക്സിനെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടിക്ക് ആദ്യം വിനെ കൊണ്ടും യുവിനെ കൊണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം, പിന്നെയോ ആ വിനെയും യുവിനെയും എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ. അതേ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ലു, നോക്കിയാട്ടെ, വൈ യു യു ഇൻറ്റു യു എക്സ്, അതായത് വൈ യുവിനെ ആദ്യം യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, പിന്നെയോ യുവിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, പ്ലസ് പിന്നെ വൈ യുവിനെ വി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, വിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, പ്ലസ് പിന്നെയോ ആ വൈ വിനെ യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, യുവിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, പ്ലസ് വൈ വിനെ വി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, പിന്നെയോ വിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇത്രയും മനസ്സിലായിനെല്ലായിരിക്കും? ഏകദേശം ഒരു ഐഡിയ കിട്ടീന എന്തായാലും? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ടെ. പറയേ, ക്ലിയർ ആയിനോ? വൈ എക്സ് എക്സ് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്നും കൂടി ചെയ്ത് നോക്കണം. എന്തായാലും ആടെ ഈടെ ഇക്വേഷൻസ് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ മനസ്സിലാക്കിയത് കൊണ്ട് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കാൻ പാടില്ല. ജസ്റ്റ് അതെന്തായാലും ഒന്ന് എഴുതിയിട്ടോ എങ്ങനെയെങ്കിലും അത് പഠിക്കണം നിങ്ങൾ. അപ്പൊ നമുക്കിപ്പം വൈ എക്സ് എക്സിന്റെ വാല്യൂ കിട്ടി. ഇവിടെയും എന്തുണ്ട് നോക്കിയാട്ടെ, നിങ്ങൾ ആ ടേംസിന്റെ എല്ലാം യു എക്സ് ഉണ്ട് വി എക്സ് ഉണ്ട്. ഇനി എന്ത് ചെയ്യാം, ഞാൻ മുകളിൽ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് യു എക്സിന്റെയും വി എക്സിന്റെയും വാല്യൂ. അത് ഇവിടെ ഞാനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോ എനിക്ക് എന്താ കിട്ടിയ നോക്കിയാട്ടെ, യു എക്സിന്റെ വാല്യൂ 1 കൊടുത്തു, വി എക്സിന്റെ വാല്യൂ 1 കൊടുത്തു. അപ്പം വൈ എക്സ് എക്സ് ഏത് ഫോമിലായി, വൈ യു യു പ്ലസ് വൈ യു വി പ്ലസ് വൈ വി യു പ്ലസ് വൈ വി വി എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടി. ആ വൈ യു വി എന്ന് പറയുന്നത് വൈ വി യു ആണ് നമുക്കറിയാം. അതുകൊണ്ട് ആ വൈ യു വിനെയും വൈ വി യുവിനെയും ഞാൻ എന്ത് ചെയ്ത് പ്ലസ് 2 ടൈംസ് വൈ യു വി എന്ന് പറഞ്ഞിട്ട് എഴുതി. അപ്പൊ എനിക്ക് ബോക്സിൽ ഉള്ള ആ ഒരു ഇക്വേഷൻ ആയിട്ട് നമ്മളെ വൈ എക്സ് എക്സിനെ കിട്ടി. നോക്കിയാട്ടെ, വൈ എക്സ് എക്സ് എന്താ പറയുന്നത്, വൈ യു യു പ്ലസ് 2 ടൈംസ് വൈ യു വി പ്ലസ് വൈ വി വി. ഇതാണ് നമ്മളെ വൈ എക്സ് എക്സ്. ഇതുപോലെ ഞാൻ എന്ത് ചെയ്യണം, വൈ ടി ടിനെയും കണ്ടുപിടിക്കണം. നോക്കിയാട്ടെ, വൈ ടി ടിനെ എങ്ങനെയാ കണ്ടുപിടിക്കുക, ആദ്യം വൈ ടി കാണുക, പിന്നെയോ അതിനുശേഷം വൈ ടി ടി കാണുക. ഇവിടെയും എങ്ങനെയാ ചെയ്യേണ്ടത്, ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ടാ. നോക്കിയാ നിങ്ങള് ആദ്യം ഞാൻ എന്ത് ചെയ്തു, വൈ എന്ന് പറയുന്നത് യുവിന്റെയും വിന്റെയും ഫംഗ്ഷൻ
ഫംഗ്ഷൻ ആയതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം, ഞാൻ വൈനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, സോറി വൈനെ യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, യുവിനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, പിന്നെയോ വൈനെ വി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, പിന്നെ വിനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആ ഒരു ഫോമാണ് ഇക്വേഷൻ 1 വരുന്നത്. നോക്കിയാട്ടെ നിങ്ങൾ, വൈ ടി ഈക്വൽ ടു വൈനെ യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, യുവിനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, പ്ലസ് വൈനെ വി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, വിനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതാണ് നമ്മളെ വൈ ടി. ഇവിടെ നോക്കിയാട്ടെ നിങ്ങൾ, അവിടെ യു ടിയും കണ്ടുപിടിക്കണം, വി ടിയും കണ്ടുപിടിക്കണം. എനിക്ക് എന്താ അറിയാം, യുവിന്റെയും വിന്റെയും വാല്യൂ അറിയാം. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, യു ടിന്റെയും വി ടിന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പോവാന്ന്. യു ടി എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയാട്ടെ, വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് നമുക്ക് അറിയുന്ന യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം എക്സിന്റെ അകത്ത് സീറോയും കിട്ടി, വൈ അതിന്റെ അകത്ത് ആ സി ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം എന്ത് വരും, വെറും സി മാത്രം വരും. അതുപോലെ തന്നെയാണ് ഇവിടെ വിനെ എക്സ് മൈനസ് സി ടി ആണെന്ന് എനിക്കറിയാം. അപ്പം ടി കൊണ്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് സീറോ ആയിപ്പോയി, മൈനസ് സി ടീനെ എന്ത് ചെയ്യും, എക്സ് കൊണ്ട് ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം മൈനസ് സിയും വന്ന്. അതെന്ത് ചെയ്യാൻ ഞാൻ ഇനി യു ടിന്റെയും വി ടിന്റെയും വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാന്ന്. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വന്ന് നോക്കിയാട്ടെ നിങ്ങൾ, വൈ ടി ഈക്വൽ ടു വൈ ബി ഇൻറ്റു മൈനസ് സി. അതായത് വൈ ടി എന്ന് പറയുന്നത് ആ രണ്ട് ഭാഗത്തും സി കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ സീനെ ഔട്ട് സൈഡ് എടുത്ത് എഴുതി, പിന്നെയോ ബാക്കിയുള്ള ടേം എന്താ വന്നേ, വൈ യു മൈനസ് വൈ വി. ഇത്രയുമാണ് നമ്മൾ എന്ത് വൈ ടി. ഈ വൈ ടി കിട്ടിയാൽ ആയിരിക്കും കൺഫ്യൂഷൻ ഉണ്ടാ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയേ. വൈ ടി കിട്ടിയതിൽ ക്ലിയർ ആണെങ്കിൽ. മിസ് ക്ലിയർ ആണ്. അനുഷ്കക്ക് ക്ലിയർ ആണോ? ആ ഓക്കെ. അനുഷ്കക്ക് ക്ലിയർ ആണോ? ക്ലിയർ. ആ ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇപ്പം വൈ ടി നമുക്ക് കിട്ടി, നമ്മൾ നേരത്തെ വൈ എക്സ് എക്സ് കണ്ടുപിടിച്ച പോലെ എന്ത് കണ്ടുപിടിക്കണം, വൈ ടി ടി കണ്ടുപിടിക്കണം. നോക്കിയാട്ടെ, വൈ ടി ടി എങ്ങനെ കണ്ടുപിടിക്കുക, വൈ ടീന വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ നോക്കിയാ റൈറ്റ് സൈഡിലെ ആ ബ്രാക്കറ്റിനുള്ളിലത്തെ ടേം മാത്രം, സീന് ഞാൻ ഓൾറെഡി കോൺസ്റ്റന്റ് ആയിട്ട് പുറത്ത് വെച്ചു, ബാക്കിയുള്ള ആ ഒരു ഉള്ളിലത്തെ ടേംസിനെയാണ് എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ടേമായ വൈ യുവിനെ എന്ത് ചെയ്തു, ആദ്യം യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, പിന്നെ ആ യുവിനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, പ്ലസ് പിന്നെയോ വൈ യുവിനെ വി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, പിന്നെ ആ വിനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, പിന്നെയോ മൈനസ് ആണ് അടുത്ത ടേംസിന്റെ അകത്ത് വരുന്നത്. അപ്പൊ ആ മൈനസ് അങ്ങനെ എടുത്ത് എഴുതി കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു, വൈ വിനെ ആദ്യം യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, ആ യുവിനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, പിന്നെയോ അതിന്റെ ആ വൈ വിന്റെ കൂടെ നെഗറ്റീവ് തന്നെ ഉള്ളത് കൊണ്ട് അവിടെയും നെഗറ്റീവ് എഴുതി കൊടുത്തു, പിന്നെയോ വൈ വിനെ വി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, വിനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് വൈ ടി ടി എന്ന് പറയുന്നത് സി ഇൻറ്റു വൈ യു യു ഇൻറ്റു യു ടി പ്ലസ് വൈ യു വി ഇൻറ്റു വി ടി മൈനസ് വൈ വി യു ഇൻറ്റു യു ടി മൈനസ് വൈ വി വി ഇൻറ്റു വി ടി എന്ന് കിട്ടി. ഇതും എന്താണ് ശരിക്കും ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിലും നിങ്ങൾ നോക്കിയാട്ടെ, വൈ ടി ഉണ്ട് വി ടി ഉണ്ട്. എന്ത് ചെയ്യാൻ, ഞാൻ അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി അത് യു ടിന്റെയും വി ടിന്റെയും വാല്യൂ കണ്ടുപിടിച്ച് വെച്ചത് കൊണ്ട് അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ കിട്ടുക നോക്കിയാട്ടെ നിങ്ങൾ, വൈ യു 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 ടിന്റെ വാല്യൂ സി, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, പ്ലസ് വൈ യു വി ഇൻറ്റു വി ടിന്റെ വാല്യൂ മൈനസ് സി ആണ്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, പിന്നെയോ വൈ വി യു ഇൻറ്റു യു ടിന്റെ വാല്യൂ സി ആയതുകൊണ്ട് അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, മൈനസ് വൈ വി വി ഇൻറ്റു വി ടിന്റെ വാല്യൂ ആയ മൈനസ് സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി ആ ബ്രാക്കറ്റിനുള്ളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടേമിന്റെ അകത്തും സി കോമൺ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ആ സീനെ ഞാൻ ഔട്ട് സൈഡിലേക്ക് എടുത്തു. ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്താ വന്നേ, സി സ്ക്വയർ ഇൻറ്റു വൈ യു യു പ്ലസ് വൈ യു വി സോറി വൈ വി വി മൈനസ് വൈ യു വി മൈനസ് വൈ വി യു. ഇവിടെയും എന്താ, വൈ യു വിയും വൈ വിയും മൈനസ് വൈ യു വി മൈനസ് വൈ വി യുവിനെ ഞാൻ മൈനസ് 2 ടൈംസ് വൈ യു വി എന്ന് പറഞ്ഞിട്ട് എടുത്തെഴുതി. അപ്പൊ എനിക്ക് വൈ ടി ടി എന്താ കിട്ടിയേ, സി സ്ക്വയർ ഇൻറ്റു വൈ യു യു മൈനസ് 2 ടൈംസ് വൈ യു യു വി പ്ലസ് വൈ വി വി എന്ന് കിട്ടി. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? വൈ ടി ടി കിട്ടിയതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ?
നമുക്കിപ്പം വൈ എക്സ് എക്സും കിട്ടി വൈ ടി ടിയും കിട്ടി. എല്ലാരും ഒന്ന് പറഞ്ഞാട്ടെ, കൺഫ്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഇട്ടാ. ഓക്കെ, ആർക്കും കൺഫ്യൂഷൻ ഇല്ലാന്ന് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, വൈ ടി ടിയും വൈ എക്സ് എക്സും കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ആ വേവ് ഇക്വേഷൻ്റെ അകത്ത് ഈ രണ്ടിന്റെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്യാ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നോക്കിയാട്ടെ, സബ്സ്റ്റിറ്റ്യൂട്ട് വൈ എക്സ് എക്സ് വൈ ടി ടി ഇൻ സ്റ്റാർ വി ഗെറ്റ് എന്താ കിട്ടുക, സി സ്ക്വയർ ഇൻറ്റു വൈ യു യു മൈനസ് 2 ടൈംസ് വൈ യു വി പ്ലസ് വൈ വി വി ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു വൈ യു യു പ്ലസ് 2 ടൈംസ് വൈ യു വി പ്ലസ് വൈ വി വി. ഇനി എന്ത് ചെയ്യുക, ആ സി സ്ക്വയറിനെ ആ ബ്രാക്കറ്റെല്ലാം പൊളിച്ച് എഴുതിയിട്ട് രണ്ട് ടേംസിനെയും ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോവുക. അതായത് ഇപ്പൊ റൈറ്റ് സൈഡിലുള്ള ഈ ടേംസിന് എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൻ്റെ അകത്തേക്ക് കൊണ്ടുപോവുക. ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് കോമൺ ആയിട്ടുള്ള ടേംസ് എല്ലാം അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം കോമൺ ആയിട്ടുള്ള ടേംസ് ക്യാൻസൽ ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നോക്കിയട്ടെ, സി സ്ക്വയർ വൈ യു യു രണ്ട് പ്രാവശ്യം ഉണ്ട്, ഒന്ന് നെഗറ്റീവ് വന്നു ഒന്ന് പോസിറ്റീവ് ആണ്. അപ്പൊ അത് രണ്ടും അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെയോ സി സ്ക്വയർ വൈ വി വി ഉണ്ട്, ഒന്ന് പോസിറ്റീവ് ആണ് ഒന്ന് നെഗറ്റീവ് ആണ്, അതും അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ബാക്കി എന്തേ ഉള്ളൂ, മൈനസ് 2 ടൈംസ് വൈ യു വി ഇൻറ്റു സി സ്ക്വയറും മൈനസ് സി സ്ക്വയർ വൈ യു വിയും. അത് രണ്ടും എന്താ ഈക്വൽ ആണ്, പിന്നെയോ സെയിം സൈനും ആണ്. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോവാൻ പറ്റൂല. അപ്പൊ ടോട്ടൽ ലാസ്റ്റ് എന്തേ ബാക്കി വരൂ, -4 uv × c². അപ്പൊ അതിന്റെ അകത്ത് -4 c² ഞാൻ എന്ത് ചെയ്തു, റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്ററിന്റെ അകത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ 0 ഇൻറ്റു അത് എന്ന് പറഞ്ഞ് 0 ആയിട്ട് പോയി. ബാക്കി എന്തേ വരും, y(u_v) = 0 എന്ന് പറയുന്ന ഒരു ഫോം എനിക്ക് കിട്ടി. അതായത് നമ്മൾ ആ വേവ് ഇക്വേഷന്റെ അകത്ത് വൈ ടി ടിക്കും വൈ എക്സ് എക്സിനും ചെയിൻ റൂൾ എല്ലാം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത സമയത്ത് നമുക്ക് കോമൺ ആയിട്ടുള്ള കുറെ ടേം എല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ലാസ്റ്റ് എന്ത് വന്നു, y(u_v) = 0 എന്ന് പറയുന്ന ഒരു ടേം കിട്ടി. ഇതെന്താണ്, നമ്മളെ ഈ ഫോം വെച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താ, y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, യു വിത്ത് റെസ്പെക്ട് ടു യുയും വിത്ത് റെസ്പെക്ട് ടു വിയും വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നറിയാം അല്ലെ. ആ കോമൺ ടേം എല്ലാം ക്യാൻസൽ ആയിട്ട് y(u_v) കിട്ടിയത് വരെ ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാ, y(u_v) = 0 കിട്ടിയത് കൺഫ്യൂഷൻ ഉണ്ടാ, ഒന്ന് പറഞ്ഞാട്ടെ നിങ്ങള്. രണ്ട് കുട്ടിക്ക് കൺഫ്യൂഷൻ ഇല്ല, ഓക്കെ. കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ ഒന്ന് പറയടോ. എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുമോ. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ല അല്ലെ. ഇനി നമുക്ക് ആ വൈ യുവിന് എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു വിത്ത് റെസ്പെക്ട് ടു യു വെച്ചിട്ടും വിത്ത് റെസ്പെക്ട് ടു വി വെച്ചിട്ടും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് വൈ എന്ന് പറയുന്നത് എന്താ നോക്കുക വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത്, നോക്കിയാട്ടെ നിങ്ങള്, ആദ്യം y(u_v) = 0 ആണ് വിത്ത് റെസ്പെക്ട് ടു വി വെച്ചിട്ട് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്ന. അപ്പൊ എന്ത് വരും, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ആ വി വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് ആയ വി അങ്ങ് പോയിട്ട് ജസ്റ്റ് വൈയു മാത്രം ബാക്കി വരും. പിന്നെയോ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താ വരിക, വി വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുക 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് റൈറ്റ് സൈഡിൽ വരിക. അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, വിത്ത് റെസ്പെക്ട് ടു വി വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് യുവിന്റെ ടേമിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് റൈറ്റ് സൈഡ് കോൺസ്റ്റന്റ് ആയിട്ട് വരിക. അതാണ് ഞാൻ ഇവിടെ f(u) വെച്ചിട്ട് നോട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനെ ഞാൻ ഇക്വേഷൻ 4 എന്ന് കൊടുത്തു. ഇനി ആ ഇക്വേഷൻ 4ന് എന്ത് ചെയ്യാ, എനിക്ക് y എന്താന്നാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ വിത്ത് റെസ്പെക്ട് ടു യു വെച്ചിട്ടൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തു. ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ വന്നത്, നിങ്ങൾ നോക്കിയാട്ടെ, ഇന്റഗ്രൽ yu ഇൻറ്റു ഡി യു ഈക്വൽ ടു ഇന്റഗ്രൽ f(u) ഇൻറ്റു ഡി യു എന്ന് കിട്ടി. അപ്പം ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇന്റഗ്രലും ഡെറിവേറ്റീവും ക്യാൻസൽ ചെയ്ത് ജസ്റ്റ് y ആയിട്ട് മാറി. പിന്നെയോ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ യു, അതായത് f(u) എന്ന് പറയുന്നത് ഏതോ ഒരു ഫംഗ്ഷൻ ആണ്, യുവിന്റെ ടേമിൽ ഏതോ ഒരു ഫംഗ്ഷൻ ആണ് f(u). അപ്പൊ അതിനൊരു ഇന്റഗ്രൽ ഉണ്ട് എന്ന് മനസ്സിലായി. അതിനെ ഞാൻ ജസ്റ്റ് ഇന്റഗ്രൽ f(u) du എന്ന് പറഞ്ഞ് തന്നെ എടുത്തെഴുതി. കാരണം എന്താ, അത് ഏത് ഫംഗ്ഷനാന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഇന്റഗ്രന്റ് അപ്ലൈ ചെയ്യാൻ പറ്റൂല. പക്ഷെ എന്തുണ്ട്, അവിടെ ഒരു ഇന്റഗ്രൽ ഉണ്ട് എന്നറിയാം.
അതുകൊണ്ട് അതിനെ നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റഗ്രൽ എഫ് ഓഫ് യു ഡി യു എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയത്. പിന്നെയോ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വി വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് വിത്ത് റെസ്പെക്ട് ടു വിന്റെ ഒരു ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടിയ. അതിനെ ഞാൻ എന്ത് ചെയ്ത് സൈ ഓഫ് വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ എനിക്ക് 5 എന്ന് പറയുന്ന ഇക്വേഷൻ എന്താ കിട്ടിയേ? y is equal to ഇന്റഗ്രൽ എഫ് ഓഫ് യു ഡി യു പ്ലസ് ഫൈ ഓഫ് വി എന്ന് പറഞ്ഞിട്ട് കിട്ടി. അത് ഞാൻ ഇക്വേഷൻ 5 ആയിട്ട് എടുത്തു. നിങ്ങൾ ആ ഇക്വേഷൻ 5 ഒന്ന് നോക്കിയാട്ടെ. 5ന്റെ അകത്ത് എന്താ പറയുന്നത്? ഇന്റഗ്രൽ എഫ് ഓഫ് യു ഡി യു, അതായത് യു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, യുവിന്റെ ടേമിൽ ഒരു ഫംഗ്ഷനാ വിത്ത് റെസ്പെക്ട് ടു യു വെച്ചിട്ട് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം അതെന്താ, മൊത്തം ഒരു യുവിന്റെ ടേംസുകളാണ് ഉണ്ടാവുക അതിനെ ഞാൻ ജസ്റ്റ് ഫൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ടേംസിന്റെ അകത്തേക്ക് മാറ്റി. അതായത് ആ ഒരു ടേമിനെ ഞാൻ ജസ്റ്റ് ഫൈ ഓഫ് യു എന്ന് പറഞ്ഞ് നൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു. വെറും നൊട്ടേഷൻ ആണ് ഇവിടെ. ഇതെല്ലാം നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യമാണ്, അല്ലാണ്ട് ഇത് ഇവിടുന്ന് വന്നതല്ല. ഇതെല്ലാം നമ്മളെ ആ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇന്റഗ്രൽ എഫ് ഓഫ് യു ഡി യുവിനെ ഫൈ ഓഫ് യു എന്ന് കൊടുത്തു. പിന്നെയോ ബാക്കി സൈ ഓഫ് വി എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു. നിങ്ങൾക്ക് ആ നൊട്ടേഷൻസിന്റെ എല്ലാം പേര് അറിയാന്ന എൻ്റെ ഒരു വിശ്വാസം. നോക്കിയട്ടെ, ആ വിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നതിന് സൈ എന്നാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക, സൈ. അതുപോലെ തന്നെ യുവിന്റെ ടേമിൽ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫൈ. മാറിപ്പോറ് ഫൈയും സൈയും. അപ്പൊ നമുക്ക് ആ അഞ്ചാമത്തെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി? y is equal to ഫൈ ഓഫ് യു പ്ലസ് സൈ ഓഫ് വി എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? വി എന്ന് പറയുന്നത് എക്സ് മൈനസ് സി ടി എന്നറിയാം, യു എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി ടി ആണ്. ഞാൻ ആദ്യം ഈ ഒരു ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ നമുക്ക് കിട്ടിയ ആ ഇക്വേഷന്റെ അകത്തേക്ക് എന്ത് ഞാൻ ചെയ്തു? ആ ഒരു വിന്റെയും യുവിന്റെയും വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എന്താ അപ്പൊ കിട്ടിയേ? y ഓഫ് എക്സ് ടി ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് പ്ലസ് സി ടി പ്ലസ് സൈ ഓഫ് എക്സ് മൈനസ് സി ടി എന്ന് കിട്ടി. ഇതാണ് നമ്മളെ ഇക്വേഷൻ 6. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈന്റെയും ഫൈന്റെയും വാല്യൂ കണ്ടുപിടിക്കുക. ആ സൈന്റെയും ഫൈന്റെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷൻ 6ന്റെ അകത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഡി ആലംബർട്ട് സൊല്യൂഷൻ കിട്ടി. ഈ ഒരു ഫോമാണ് നിങ്ങളെ ഈ സിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ആണ് നിങ്ങളെ ജനറൽ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് എക്സാമിന്. വാട്ട് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ? ജനറൽ സൊല്യൂഷൻ ഓഫ് വേവ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ സ്റ്റാർട്ടിങ് തൊട്ട്, അതായത് ഞാനിപ്പം എന്താണോ പറഞ്ഞു കഴിഞ്ഞത് ആ ഒരു കാര്യം നോക്കിയാട്ടെ, നമ്മൾ സ്റ്റാർട്ടിങ് ആയ ഈ ഒരു വേവ് ഇക്വേഷൻ തൊട്ട് ഇത്രയും പറയണം. വൈ എക്സ് കാണണം, വൈ എക്സ് എക്സ് കാണണം, വൈ ടി കാണണം, വൈ ടി ടി കാണണം. പിന്നെയോ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് വൈ യു വി കാണണം. ആ വൈ യു വിനെ എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും വിത്ത് റെസ്പെക്ട് ടു യുയും വിത്ത് റെസ്പെക്ട് ടു വിയും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അതിനെ സൈന്റെയും ഫൈന്റെയും ടേംസിന്റെ അകത്തേക്ക് മാറ്റി എഴുതിയിട്ട് നമ്മൾ ആദ്യം എന്തിനാണോ യുക്കും വിക്കും വാല്യൂ കൊടുത്തേ അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് കിട്ടുന്ന ഈ ഒരു ഇക്വേഷൻ 6 ആണ് നമ്മളെ ജനറൽ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ. എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും എഴുതണം. ഇത് നിങ്ങൾക്ക് 8 മാർക്കിന് എങ്ങാറ്റാ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇത്രയും പറഞ്ഞാൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്ന് കമന്റ് ബോക്സ് പറഞ്ഞാട്ടെ നിങ്ങൾ. ഇല്ല അല്ലെ, കൺഫ്യൂഷൻ ഒന്നുമില്ല. പിന്നെ 11 മണിക്കല്ലേ നിങ്ങളെ ക്ലാസ് കംപ്ലീറ്റ് ആവുക? ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് കംപ്ലീറ്റ് ആവുന്ന വരെ പറയാം. പിന്നെ 6th അവറിൽ ബാക്കി കൂടി നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. അപ്പം നമുക്കിപ്പം ജനറൽ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നിങ്ങളോട് ഡി ആലംബർട്ട് സൊല്യൂഷൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ, അല്ലെ ഡിറൈവ് ഡി ആലംബർട്ട് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങളും കൂടി
ഇപ്പം കിട്ടിയ ഈ ജനറൽ സൊല്യൂഷന്റെ കൂടെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് ജനറൽ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ എന്ന 6 വരെ എഴുതിയിട്ട് ദിസ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ എഴുതി കൊടുത്തു. നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്ന എന്താ, ഡി ആലംബർട്ട് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷനാ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തും കൂടി കണ്ടുപിടിക്കണം, സൈന്റെയും ഫൈന്റെയും വാല്യൂയും കൂടി കണ്ടുപിടിക്കണം. അപ്പം സൈന്റെയും ഫൈന്റെയും വാല്യൂ കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതും നമ്മൾ എന്ത് ചെയ്യാ, ടേക്ക് ചെയ്യുന്ന കാര്യമാണ്, ഇവിടുന്ന് കിട്ടുന്ന കാര്യമല്ല, നമ്മൾ എടുക്കുന്ന കാര്യമാണ്. ഇവിടെ ഈ ഒരു ഡി ആലംബർട്ട് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ആണ് ഇനി പറയുന്ന ഈ 6ഉം 7ഉം 8ഉം. നോക്കിയാട്ടെ, y ഓഫ് x0 ഈക്വൽ ടു f ഓഫ് x ആൻഡ് yt ഓഫ് x0 ഈക്വൽ ടു 0. എന്താ പറയുന്നത്, എക്സിന്റെയും ടിന്റെയും ഫംഗ്ഷൻ ആണ് ശരിക്കും y. അപ്പം ടി ഈക്വൽ ടു 0 ആയ സമയത്ത്, അതായത് ഫസ്റ്റ് നമ്മൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സമയത്ത് y ഓഫ് x0, ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ടി 0 ആകുന്ന സമയത്തുള്ള കണ്ടീഷനാണ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. ടി എപ്പോഴും ഇനീഷ്യൽ കണ്ടീഷൻ. y ഓഫ് x0 ഈക്വൽ ടു f ഓഫ് x എന്നും ഞാൻ ചൂസ് ചെയ്തു. പിന്നെ അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് 0 ആണെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ എന്ത് ചെയ്തു, ഇനീഷ്യൽ കണ്ടീഷൻ ആയിട്ട് ചൂസ് ചെയ്തു. ഇനി നമുക്ക് ഇപ്പൊ കിട്ടിയ ഈ 6th ഇക്വേഷൻ എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് y ഓഫ് x0 ആണ്, ആ ടിക്ക് 0 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് കിട്ടുന്നത് എന്താന്ന് നോക്കുക. പിന്നെയോ ആ വൈനെ വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ തന്ന ഇനീഷ്യൽ കണ്ടീഷനുമായിട്ട് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കുകയും ചെയ്യാം. ആ രണ്ട് കാര്യങ്ങളും ചെയ്യുമ്പോഴേക്ക് നമുക്ക് എന്ത് കിട്ടും, ഫൈന്റെയും സൈന്റെയും വാല്യൂ കിട്ടും. നോക്കിയാട്ടെ നിങ്ങൾ, ഞാൻ ആദ്യം എന്ത് ചെയ്തു, നമ്മൾ ആ ഇക്വേഷൻ 6നെ വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ എന്താ വരിക നോക്കിയാൽ നിങ്ങൾ, വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് ലെഫ്റ്റിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ ടി എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെയോ റൈറ്റിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫൈ എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി ടി എന്നുള്ള ഫംഗ്ഷൻ ആണ്. അതായത് അതിൻ്റെ അകത്ത് ടി ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡെറിവേറ്റീവ് ഉണ്ടാവും വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പം. അതിനെ ഞാൻ ഫൈ ഡാഷ് എന്ന് പറഞ്ഞിട്ട് നൊട്ടേറ്റ് ചെയ്യും. പിന്നെ എന്താ ചെയ്തത്, ആ ബ്രാക്കറ്റിനുള്ളിൽ എവിടെയാണോ ടീന്റെ ടേം ഉള്ളത് അതിനെ അങ്ങോട്ട് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട്. ഇപ്പൊ ആ ഒരു റൈറ്റ് സൈഡിലെ പാർട്ട് എന്താ വെച്ചാൽ കിട്ടുക നോക്കിയാൽ നിങ്ങൾ, ഫൈ ഡാഷ് എക്സ് പ്ലസ് സി ഇൻറ്റു സി ഒരു ഡെറിവേറ്റീവ് ഉണ്ടാവും വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് എക്സ് പ്ലസ് സി ടി എഴുതി. പിന്നെ ആ ബ്രാക്കറ്റിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് ഒന്നും കൂടി എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ സി ടിനെ വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സി എന്നും കിട്ടി. ഇനിയോ റൈറ്റ് സൈഡിലെ രണ്ടാമത്തെ ടേം ആയ സൈ ഓഫ് എക്സ് മൈനസ് സി ടിനെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. എന്താ വരിക നോക്കിയാട്ടെ നിങ്ങൾ, സൈ ഓഫ് എക്സ് മൈനസ് സി ടി, അതിന്റെ അർത്ഥം ടീന്റെ ടേം ഉണ്ട്. അപ്പൊ ആദ്യം സൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അവിടെ ഒരു ഡെറിവേറ്റീവ് ഉണ്ട് എന്ന് കിട്ടും. അതിനെ സൈ ഡാഷ് എന്ന് പറഞ്ഞ് ഞാൻ നൊട്ടേറ്റ് ചെയ്തു. സൈ ഡാഷ് ഓഫ് എക്സ് മൈനസ് സി ടി എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടി. പിന്നെയോ ആ മൈനസ് സി ടിന്റെ അകത്ത് എന്തുണ്ട്, ടീന്റെ ടേം ഉണ്ട്. അപ്പൊ ടി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ മൈനസ് സിയും കൂടി വരും. അപ്പൊ എനിക്ക് വൈ ടി എന്ന് പറഞ്ഞ എന്താ കിട്ടിയത് നോക്കിയാൽ നിങ്ങൾ, സൈ ഡാഷ് ഓഫ് എക്സ് പ്ലസ് സി ടി ഇൻറ്റു സി പ്ലസ് ഫൈ ഡാഷ് ഓഫ് എക്സ് പ്ലസ് സി ടി ഇൻറ്റു സി പ്ലസ് സൈ ഡാഷ് ഓഫ് എക്സ് മൈനസ് സി ടി ഇൻറ്റു മൈനസ് സി. അപ്പൊ നമ്മളെ ഇക്വേഷൻ 8 നോക്കിയാട്ടെ നിങ്ങൾ, വൈ ടി ഓഫ് എക്സ് 0 എന്ന് പറഞ്ഞ 0 ആണ് തന്നിട്ടുള്ളത്. നമുക്കിപ്പോ വൈ ടി കിട്ടി. ഇനി വൈ ടി ഓഫ് എക്സ് 0 കാണാൻ എന്താ ചെയ്യേണ്ടത്, നമുക്കിപ്പോ കിട്ടിയ വൈ ടീന്റെ അകത്ത് ആ ടീന്റെ വാല്യൂ ഒന്ന് 0 കൊടുക്കുക. ടീന്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നിങ്ങൾ നോക്കിയാട്ടെ, സൈ ഡാഷ് ഓഫ് ആ എക്സ് പ്ലസ് സി ഇൻറ്റു 0 ഇൻറ്റു സി പ്ലസ് സൈ ഡാഷ് ഓഫ് എക്സ് മൈനസ് സി ഇൻറ്റു 0 ഇൻറ്റു മൈനസ് സി വരും. അതിന് ഞാനിതാ ബൈ ഇക്വേഷൻ 8 എന്ന് പറഞ്ഞിട്ട് താഴെ ഏറ്റവും താഴെ എഴുതി നോക്കിയിട്ട് നിങ്ങൾ, വൈ ടി ഓഫ് എക്സ് 0 ഈക്വൽ ടു സൈ ഡാഷ് ഓഫ് എക്സ്. കാരണം ആ സി ടീന്റെ ഒപ്പം ടി ഉള്ളത് കൊണ്ട് ആ ടീന്റെ വാല്യൂ 0 ആയതുകൊണ്ട് എന്താ സംഭവിച്ചത്, സി ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആയി പോകും. പിന്നെ ഫൈ ഡാഷ് ഓഫ് എക്സ് ആ ഒരു ഫസ്റ്റ് ടേം ആയിട്ട് വരും. അതിന്റെ കൂടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സിയും വരും. പിന്നെയോ
psi dash of x into minus c equal to 0 വരും. അപ്പം അതെന്താ നോക്കിയാട്ട് നിങ്ങള് y of x 0 equal to 0 എന്ന് പറഞ്ഞതായതുകൊണ്ട് ഞാൻ 0 ആയിട്ട് ഇതിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് c into psi dash of x is equal to c into phi dash of x. അപ്പൊ അതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് സിയും സിയും ഒന്ന് ക്യാൻസൽ ചെയ്ത് പോയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? phi dash of x എന്ന് പറയുന്നത് psi dash of x തന്നെയാണ്. അതായത് രണ്ട് ഡെറിവേറ്റീവുകൾ ഈക്വൽ ആണ്. രണ്ട് ഡെറിവേറ്റീവ് ഈക്വൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൈയും ഫൈയും എങ്ങനെയായിരിക്കും പറയുമോ? നമ്മൾ രണ്ട് ഡെറിവേറ്റീവാണ് ഈക്വൽ ആകുന്നത്. അപ്പം അതിന്റെ ഒറിജിനൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ ഇത് താഴെ എഴുതിയിട്ടുണ്ട്, നോക്കിയാട്ട് നിങ്ങൾ. ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈ ഓഫ് എക്സിനോട് ഒരു കോൺസ്റ്റന്റ് കൂട്ടിയതിനോട് തുല്യമായിരിക്കും. അത് നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടിയെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാനിത് ഇവിടെ റൈറ്റ് സൈഡിൽ എഴുതി നോക്കിയാട്ടെ. എക്സ് സ്ക്വയറും എക്സ് സ്ക്വയർ പ്ലസ് 1ഉം ഞാൻ കൺസിഡർ ചെയ്തു. അതിന്റെ രണ്ടിന്റെയും ഡെറിവേറ്റീവ് നോക്കിയാട്ടെ നിങ്ങൾ, 2x. അതായത് നമുക്ക് ആദ്യം കിട്ടിയ ഭാഗം സൈ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫൈ ഡാഷ് ഓഫ് എക്സിനോട് ഈക്വൽ ആണെന്നാണ് താഴെ പറയുന്നത്. 2x എന്ന് പറഞ്ഞാൽ 2xനോട് തന്നെ ഈക്വൽ ആണ്. പക്ഷെങ്കിലോ ആ 2xന്റെ ഒറിജിനൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ. ഇപ്പുറത്തോ എക്സ് സ്ക്വയർ പ്ലസ് 1. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് സം ഫൈ ഓഫ് എക്സ് പ്ലസ് കെ ആയിരിക്കും. മനസ്സിലായില്ലേ എല്ലാവർക്കും? അത്രയും കിട്ടി. ആ ഒരു ബോക്സ് വരെ കിട്ടിയത് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈ ഓഫ് എക്സ് പ്ലസ് കെനോട് ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം വരെ ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ ക്ലിയർ ആണോ ഇല്ലയോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ എന്ന്. ഓക്കെ, ഇനി നമുക്ക് ആ സൈന്റെയും ഫൈന്റെയും ടേംസ് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഫൈയും സൈയും കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ ഇക്വേഷൻ 6 ജനറൽ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷനകത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അത് നമുക്കിനി ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളൊന്ന് അറ്റൻഡൻസ് പറഞ്ഞാട്ടെ വേഗത്തിൽ. റോൾ നമ്പർ 1 ഇല്ലേ? അഭിജിത്ത് ഇല്ല. അഭിജിത്തിന്റെ അഡ്രസ് ഇല്ലാത്ത റോൾ നമ്പർ 1 2 3 4 5 6 7 8 ഇല്ലേ? 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 22 ഇല്ല. സാറൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. 22 23 24 25 26 27 28 29 30 31 32 33. സാറെങ്കില്ലേ ഇതില്? നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ സാറെങ്കിനെ. ഓക്കെ, സാറേ ഉണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു. നമുക്കിനി ലാസ്റ്റ് ക്ലാസ് കാണാം.